പ്ലീസ് ഹാവ്. മിസ്റ്റർ സോളമൻ, യെസ്. നിങ്ങൾ ജീവിതത്തിൽ ഇത്രയും ദൂരം സഞ്ചരിച്ചു. ഞങ്ങളെപ്പോലുള്ള യങ് കപ്പിൾസിനോട് എന്തു പറയാൻ ആഗ്രഹിക്കുന്നത്? പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇവരെന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഓക്കേ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകണം. ട്രൂ, വെരി ട്രൂ. സോളമൻ, എന്തിനാ വെറുതെ ആ പിള്ളേരോട് ആവശ്യമില്ലാത്തത് പറയുന്നേ? ഫുഡ് എങ്ങനെയുണ്ട് രവി? എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന പോലെയുണ്ട്. ശ്വേത, മോളൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ ആന്റി, ഗംഭീരായിട്ടുണ്ട്. ഇതെന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല. അത് ശരിയാ. ഉം. എനിവേയ്സ്, ഇന്ന് നിങ്ങളുടെ ആനിവേഴ്സറിയാ. ലൈഫിലുള്ള എല്ലാ റിലേഷൻഷിപ്സും ഒരു റോളർ കോസ്റ്റർ പോലെയാ. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞങ്ങളുടേത് റോളർ കോസ്റ്റർ അല്ല. എനിക്ക് തൻ്റെ പ്രായമുള്ളപ്പോൾ ഞാൻ ബോർഡറിൽ ഡ്യൂട്ടിയിലായിരുന്നു. സോ പറയാനും മാത്രമുള്ളതൊന്നും ഞങ്ങളുടെ ലൈഫിലില്ല. ഓ, അതായത് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന അകലമാണ് നിങ്ങളുടെ പ്രണയത്തെ പിടിച്ചു നിർത്തിയത്. അതെ, ബട്ട് നിങ്ങളുടെ ജനറേഷനിൽ റിലേഷൻഷിപ്പിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാറില്ലല്ലോ. വായ്, എന്താ നിങ്ങൾ അങ്ങനെ ആലോചിക്കുന്നത്? ഞങ്ങളുടെ ജനറേഷന്റെ കുഴപ്പമെന്താ? സോളമൻ, വെറുതെ ഓരോന്ന് പറഞ്ഞവരെ വിഷമിപ്പിക്കാൻ നിൽക്കല്ലേ. വിഷമിപ്പിക്കുന്നോ? ഉള്ളതല്ലേ പറഞ്ഞത്. നിങ്ങളുടെ ആനിവേഴ്സറി ആയിട്ട് ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആരും വരാത്തന്റെ കാര്യം എന്താ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ ജനറേഷന് ഫ്രീഡം വേണം, പക്ഷെ ബന്ധങ്ങളിൽ എപ്പോഴും അകൽച്ചയുമുണ്ടാവും. പ്രധാനമായും പേരൻസ്. നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടോ? കൂടെ ഇരിക്കുന്നതിലല്ലോ, സ്നേഹത്തോടെ ഇരിക്കുന്നതിലല്ലേ കാര്യമുള്ളേ. രവി, പ്ലീസ് ഹാവ് യുവർ ഫുഡ്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. തന്റെ മാതാപിതാക്കൾ ഇപ്പൊ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ ഫ്യൂച്ചറിലോ? സർ, നിങ്ങൾ കുറച്ച് പേഴ്സണൽ ആവുന്നുണ്ടല്ലോ. സോളമൻ, പ്ലീസ് ആദ്യം അവര് ഭക്ഷണം കഴിക്കട്ടെ. എന്തിനെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നേ? ഞാനാണോ ഇറിറ്റേറ്റ് ചെയ്യുന്നേ? ഷട്ട് അപ്പ് സോളമൻ. അവരെ ഇറിറ്റേറ്റ് ചെയ്തത് മതി. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കാരണം ഞാൻ ഒരുപാട് പേരെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കാരണം നീ ഒരുപാട് പേരെ നഷ്ടപ്പെടുത്തിയെന്നോ? രവി, are you fine? രവി, സാരമില്ല, ഞാൻ ഓക്കെ. സോറി, ഇതൊക്കെ ഞാൻ കാരണം സംഭവിച്ചത്. അയ്യോ, ഇറ്റ്സ് ഓക്കെ ആൻറ്റി. ഇതൊന്നും വലിയ വിഷയമില്ലല്ലോ. അതൊന്നും സാരമില്ല. ശരി, ഞങ്ങൾ ഒരുപാട് ലേറ്റായി. ഇന്ന് ഇറങ്ങാൻ നോക്കട്ടെ. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഇനി ഈ രാത്രിയിൽ പോകുന്നത് സേഫ് അല്ല. ആക്ച്വലി ഡോക്ടർ നൈറ്റ് ഡ്രൈവ് ഒഴിവാക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ പിന്നെ ഒരുപാട് ലേറ്റ് ആവും. ഇന്ന് നൈറ്റ് ഇവിടെ റെസ്റ്റ് എടുത്തോളൂ. ഞാൻ കാലത്ത് നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം. ഇല്ല, സാരമില്ല. വിൽ ബുക്ക് എ ക്യാബ്. ഇവിടേക്ക് ടാക്സി ഒന്നും വരില്ല. ഡോണ്ട് വറി, വിൽ ടേക്ക് കെയർ. ഐ ഷോ യു റൂം. വാ. വാ. ഇത് നിന്റെ ഫ്രാഗ്രൻസ് ആണോ അതോ റൂം ഫ്രഷ്നർ ആണോ? ഡോക്ടറുടെ വേദനയൊക്കെ കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടല്ലോ. നീ അരികിലുള്ളപ്പോൾ ഒരു മുറിവും എനിക്ക് വേദന തോന്നിക്കില്ല. ഇപ്പൊ എന്താ വേദന എടുത്തോ?
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഫ്രഷ് ആയിട്ട് വരൂ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ ആൻറ്റി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ പോകുന്ന വഴി കഴിച്ചോളാം. രവി, ഇനഫ് ഇസ് ഇനഫ്. ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ട. യു നോ വാട്ട് ഹാപ്പൻ ലാസ്റ്റ് നൈറ്റ്, റൈറ്റ്? ഐ ഡോണ്ട് വാണ്ട് സച്ച് തിങ്സ് ടു ഹാപ്പൻ അഗെയിൻ. നമുക്ക് വേഗം പോവാം. ഓക്കെ. ഹായ് രവി, കം ലെറ്റ്സ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. സോറി സർ, ഡോണ്ട് ഫീൽ ബാഡ്. വി ആർ ആക്ച്വലി ഇൻ എ ബിറ്റ് ഓഫ് ഹറി. ഒരുപാട് സമയമൊന്നും ആവില്ല. നിങ്ങൾ പെട്ടെന്ന് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പുറപ്പെടാം. ആക്ച്വലി ഞങ്ങൾ ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയിരിക്കുക. നമുക്ക് നെക്സ്റ്റ് ടൈം പ്ലാൻ ചെയ്യാം. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് രണ്ടാൾക്കും ഞങ്ങളെ ഇഷ്ടമായില്ല അല്ലേ? അല്ല അങ്കിൾ, അത് അങ്ങനെ. വേണ്ട രവി, ലെറ്റ്സ് ഫൈൻഡ് സം അതർ വേ. അവരെ എന്തിനാ കഷ്ടപ്പെടുത്തുന്നത്? ഓക്കെ സർ, താങ്ക് യു മാം. ടേക്ക് കെയർ, ബൈ ബൈ. ലെറ്റ്സ് ഗോ. ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല. പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക്. സോളമൻ വിൽ ഡ്രോപ്പ് യു. ഓക്കെ, മേക്ക് ഇറ്റ് സൂൺ. താങ്ക് യു ഫോർ എവറിത്തിങ്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ബൈ. ഓക്കെ, ബൈ. ടേക്ക് കെയർ.